സന്നിഹിതരായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ, ശ്രീ ചെർക്കളം അബ്ദുള്ള ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. വളരെ കർമ്മധീരനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. കാസർഗോഡ് ജില്ലയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ശക്തിയായിരുന്നു ശ്രീ ചെർക്കളം അബ്ദുള്ള. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ നേതൃത്വം ഐക്യജനാധിപത്യ മുന്നണിയെ ശക്തിയായി മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാൻ KPCC പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ നിരവധിയായ സന്ദർഭങ്ങളിൽ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയം ഐക്യജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം. ഞങ്ങൾ ഒരുമിച്ച് MLA-മാരായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പൊതുപ്രവർത്തകരായി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിലപാടുകൾ എടുക്കുന്ന കാര്യത്തിൽ ഒരു മടിയുമില്ലാത്ത, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ പാർട്ടിയുടെയും മുന്നണിയുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച കരുത്തനായ ഒരു നേതാവായിരുന്നു ശ്രീ ചെർക്കളം അബ്ദുള്ള എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന്റെ മകനാണ് എന്നെ ചടങ്ങിൽ വിളിച്ചത്. അതേ തുടർന്നാണ് മറ്റു പരിപാടികൾ ഞങ്ങൾ, കാരണം അദ്ദേഹവുമായി അത്രയേറെ അടുത്ത സൗഹൃദം ബന്ധം ഞാൻ വെച്ചു പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, മികച്ച ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രിയായിരുന്നപ്പോൾ പുതിയ പദ്ധതികൾ കൊണ്ടുവരാനും കേരളത്തിലെ പഞ്ചായത്തി രാജ് സംവിധാനം കരുത്തുറ്റതാക്കി മാറ്റാനും ശ്രീ ചെർക്കളം വഹിച്ചിട്ടുള്ള പൗണ്യത്തിലുള്ളതാണ്. ചെർക്കളം അബ്ദുള്ള സാഹിബിനെ സംബന്ധിച്ച് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് വിമർശനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വിയോഗം കഴിഞ്ഞ് 10 ദിവസം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെർക്കളം അബ്ദുള്ള സാഹിബിന്റെ വിടവ് എല്ലാവരും എടുത്തു പറയുകയും വേദനിക്കുകയും ചെയ്തത് നമ്മളടക്കം എല്ലാവരും അനുഭവസ്ഥരാണ്. ഇവിടെ എൻ്റെ നന്ദിക്കുന്ന് സാഹിബ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മനസ്സാ വാച കർമ്മണ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഉറക്കുക എന്ന് പറയുന്നതും അത്യാവശ്യം അദ്ദേഹത്തിന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ തികച്ചും മുസ്ലിം ലീഗിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്. എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിന് വളരെയധികം ഒരു കൃത്യനിഷ്ഠയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ സാധാരണ വാപ്പ ഒക്കെ പറയാറുണ്ട്, കളാപ്പൊക്കെ പറയാറുണ്ട്. ചെർക്കളം മന്ത്രിയായിട്ട് പോലും അദ്ദേഹത്തിന്റെ തുണി ശരിയാണിക്കുന്ന താങ്ങാറില്ല. അത്ര കൃത്യനിഷ്ഠയാണ് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണയിൽ വരെ അത്ര കൃത്യനിഷ്ഠയായിരുന്നു. ചെർക്കളം അബ്ദുള്ള സാഹിബിന്റെ കൂടെ വളർന്ന ഒരുപാട് അനുഭവിച്ച ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. സാധാരണ ഒരു ലീഡർ തെറി പറയുമ്പോൾ നമ്മൾ എല്ലാവരും പുറത്ത് വന്നിട്ട് മുഖം കറക്കും. നമ്മളൊക്കെ ഇങ്ങനെ പറയും, എന്നെ അദ്ദേഹം തെറി വിളിച്ചു, ഞാൻ നാണം കെട്ടു എന്ന്. എൻ്റെയും നിങ്ങളുടെയും രാഷ്ട്രീയ ജീവിതത്തിൽ ഒരാൾ തെറി വിളിക്കുമ്പോൾ പുറത്ത് വന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി ചെർക്കളം ഞങ്ങളെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു നേതാവിന്റെ തെറിയാണ്. അത് ചെർക്കളം അബ്ദുള്ള സാഹിബിന്റെ തെറിയാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമിയായി മഞ്ചേശ്വരത്ത് ഇപ്പോഴും 5-6 വർഷത്തിലേക്ക് രണ്ടാമതും MLA ആയി കടന്നു പോകുമ്പോൾ ആളുകൾ പറയും, ചെർക്കളത്തിനെ പോലെ ആകുന്നില്ല, ചെർക്കളത്തിനെ പോലെ പോരാ എന്ന്. പക്ഷെ അത് അള്ളാഹു മാത്രം നൽകിയ കഴിവും ഒരു 100, 200, 300 വർഷത്തിൽ ഈ ജില്ലയ്ക്ക് ലഭിക്കുന്ന ഒരു വരുമാനമായിരുന്നു അദ്ദേഹം. അഭിമുഖ കണ്ണൂർ ജില്ലയിൽ ലീഗിന്റെ സെക്രട്ടറിയായി 84 ജില്ല രൂപീകരിക്കുമ്പോൾ ഇവിടുത്തെ ജനറൽ സെക്രട്ടറിയായി, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രസിഡന്റായി, ഇവിടെ STU എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായി ലീഗിന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ച അദ്ദേഹം 19 വർഷക്കാലം അദ്ദേഹം മഞ്ചേശ്വരത്തിന്റെ MLA. ആന്റണിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. സപ്തഭാഷാ സംഗമ ഭൂമിക്ക് തൊട്ടടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം അട്ടിമറിച്ച് ഈ രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു വലിയ കോട്ട കെട്ടി തലപ്പാടിക്ക് പുറത്തോട്ട് ആ വർഗീയത്തിന്റെ കാറ്റ് ആഞ്ഞു വീശാതിരിക്കാൻ
ഒരു വൻ മരമായി പ്രവർത്തിച്ച ആളാണ് ശ്രീ ചെർക്കള. അതുകൊണ്ട് ഈ സപ്തഭാഷാ സംഗമ ഭൂമിയിലെ മതേതരത്വത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായി നമുക്ക് ചെർക്കള അബ്ദുള്ളയെ കാണാം. മാത്രമല്ല, ഇന്ന് കേരളമെമ്പാടും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അതിബൃഹത്തായ ഒരു വടവൃക്ഷമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. സ്ത്രീകളെ സാമ്പത്തികമായി സാമൂഹ്യമായി ഒക്കെ ശാക്തീകരിക്കാൻ വേണ്ടി രൂപീകരിച്ച കുടുംബശ്രീ ഇന്നത്തെ നിലയിലെത്താൻ കാരണക്കാരൻ ഒരാൾ അദ്ദേഹമാണ്. മാത്രമല്ല, പാർലമെന്റിനകത്ത് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന പഞ്ചായത്തി രാജ് നഗരവാദി ബില്ലിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട വികേന്ദ്രീകൃത ജനാധിപത്യം, അതാണ് പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ല്. ആ ബില്ല് ജനകീയാസൂത്രണം എന്ന പേരിൽ മാറ്റി ചില ആളുകൾ അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ പേര് മാറ്റി കേരള മോഡൽ ജനാധിപത്യം എന്ന പേര് നൽകി വീണ്ടും ആ പ്രക്രിയ UDFന്റെ സന്തതിയാണെന്ന് തെളിയിച്ച ഉജ്ജ്വല വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ ചെർക്കള അബ്ദുള്ള. നിഷ്കളങ്കമായ പെരുമാറ്റമുണ്ട്, നിസ്വാർത്ഥമായ പ്രവർത്തന ശൈലി കൊണ്ട് ഉലയാത്ത കർമ്മധീരതയുടെ ഉജ്ജ്വല പ്രതീകമായി മാറിയ ശ്രീ ചെർക്കള അബ്ദുള്ള ഒരു കാലഘട്ടത്തിന്റെ വികാരമായിരുന്നു, ഒരു കാലഘട്ടത്തിന്റെ രോമാഞ്ചമായിരുന്നു, ഒരു കാലഘട്ടത്തിന്റെ നിറസാന്നിധ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചത്, ആ സിംഹാസനം ഇന്നും കാസർഗോഡ് ഒഴിഞ്ഞു കിടക്കുന്നു.